സ്നേഹമുള്ളവരെ നമസ്കാരം. വൈഡൂര്യം സ്പോക്കൺ ഇംഗ്ലീഷ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അവൾ എന്റെ ഒരേ ഒരു മകളാണ്. അതെങ്ങനെയാ? ഷീസ് മൈ വൺ ആൻഡ് ഓൺലി ഡോട്ടർ. എന്തൊക്കെയായാലും അവൾ എന്റെ മകളാണ്. അതെങ്ങനെ? ആഫ്റ്റർ ഓൾ ഷീസ് മൈ ഡോട്ടർ. എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താ? അന്യജാതിയിൽ നിന്നുള്ള വിവാഹത്തിനാണ് എക്സോഗമി എന്ന് പറയുന്നത്. ബൈഗമി എന്ന് പറഞ്ഞാൽ? ബൈഗമി എന്ന് പറഞ്ഞാൽ ദ്വിഭാര്യത്വം, ദ്വിഭർത്തൃത്വം. ചിലർക്ക് 2 ഭാര്യമാരുണ്ടാവും, ചില സ്ത്രീകൾക്ക് 2 ഭർത്താക്കന്മാരുണ്ടാവും. 2 ഭർത്താക്കന്മാരുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, എന്റെ നാട്ടിലൊക്കെ ഉണ്ട്. ഞാൻ പശുവിനെ ഇവിടെ കെട്ടിക്കോട്ടെ. അതെങ്ങനെയാ? ഞാൻ പശുവിനെ ഇവിടെ കെട്ടിക്കോട്ടെ. ലെറ്റ് മീ ടെതർ കൗ. ലെറ്റ് മീ ടെതർ കൗ ഹിയർ. വേക്കപ്പ് എന്ന് പറഞ്ഞാല് ഉണർന്നു. അങ്ങനെയാണെങ്കിൽ വേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉണർന്നു എന്നല്ല, ഉണരുക. വോക്കപ്പ് ആണ് ഉണർന്നു. അങ്ങനെയാണെങ്കിൽ നെട്ടി ഉണർന്നു എന്ന് പറയാൻ? ഐ ജോൾട്ടഡ് അവേക്ക്. ഐ ജോൾട്ടഡ് അവേക്ക്. ഞാൻ ഞെട്ടി ഉണർന്നു. മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താ? മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ പ്രകടന പത്രിക, അധികം സ്ഥാനാർത്ഥികളുടെ പ്രകടന പത്രിക. പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാൽ? പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാൽ പ്രചരണം. തേങ്ങക്ക് കോക്കനട്ട്. അങ്ങനെയാണെങ്കിൽ തേങ്ങാമുറിക്ക് എന്താ പറയാ? തേങ്ങാമുറിക്ക് കേണൽ. ചോരത്തിളപ്പ് എന്നുള്ളതെന്തോ? വിഗർ ഓഫ് യൂത്ത് എന്ന് പറയും. ചോരത്തിളപ്പ് വിഗർ ഓഫ് യൂത്ത് ആണ്. കൊണ്ടു നടക്കാവുന്നത്. കൊണ്ടു നടക്കാവുന്നതിന് പോർട്ടബിൾ എന്ന് പറയും. പണം അയക്കുന്ന വ്യക്തി. പണം അയക്കുന്ന വ്യക്തിക്ക് റെമിറ്റർ. മറ്റേത് പണം ഏറ്റുവാങ്ങുന്ന വ്യക്തിക്ക് റെമിറ്റി എന്ന് പറയും. ആത്മമിത്രത്തിന് എന്താ പറയാ? ആത്മമിത്രത്തിന്, അതായത് ആത്മാർത്ഥ സുഹൃത്ത് അല്ലെ, ബോസം ഫ്രണ്ട്. ഷീസ് മൈ ബോസം ഫ്രണ്ട്. ഹീസ് മൈ ബോസം ഫ്രണ്ട് എന്ന് പറയും. BOSOM. സിൽബന്തി എന്ന് പറഞ്ഞാലോ? സിൽബന്തി എന്ന് പറഞ്ഞാൽ ആശ്രിതരാണ്. ആശ്രിതർ, അതായത് ഡിപ്പെൻഡന്റ്. ജോബർ എന്ന് പറഞ്ഞാൽ? ജോബർ എന്ന് പറഞ്ഞാല് ദല്ലാൾ എന്ന് പറയും. പിന്നെ ഈ കരാറ് പണി നടത്തുന്ന ആൾക്കാരില്ലേ, കരാറ് പണിക്കാർക്ക് ജോബർ എന്നാണ് പറയുന്നത്. കൈനോട്ടക്കാരൻ എന്താ പറയാ? ആസ്ട്രോളജർ എന്നും പറയും, പ്രൊഫസി എന്ന് പറയും. പ്രൊഫസി എന്നും പറയും, ആസ്ട്രോളജർ എന്നും പറയും. പുഞ്ചിരിക്കുന്ന മുഖമില്ലാത്ത ഒരുവൻ കട തുറക്കരുത്. അതെങ്ങനെയാ? പുഞ്ചിരിക്കുന്ന മുഖമില്ലാത്ത ഒരുവൻ കട തുറക്കരുത്. അതൊരു ചൈനീസ് പഴമൊഴിയാണ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ എ മാൻ വിത്തൗട്ട് സ്മൈലിംഗ് ഫേസ് മസ്റ്റ് നോട്ട് ഓപ്പൺ എ ഷോപ്പ് എന്ന് പറയും. അത് പുഞ്ചിരിക്കുന്ന മുഖമില്ലാത്ത ഒരുവൻ കട തുറന്നാൽ ഓണ് പണി കിട്ടും. അതിനെപ്പറ്റി പറയുമ്പോൾ ഒന്ന് വിസ്തരിച്ച് പറയണമെന്നുണ്ട്. അത് എല്ലാ കടക്കാരും, ഹോട്ടൽ നടത്തുന്നവര്, തട്ടുകടക്കാർ എന്ന് വേണ്ട എല്ലാ കടക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കടക്കാര് മാത്രമല്ല, എല്ലാവരും ഒന്ന് പുഞ്ചിരിക്കുന്നത് നല്ലതാണ്. പുഞ്ചിരിക്കുക, അതുപോലെ തന്നെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുക, കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക. ഇവിടെയൊക്കെ പരാജയപ്പെടുന്നവരാണ് അധികം 50% ആളുകൾ. ചില ഹോട്ടലിലൊക്കെ കയറിയാൽ ഞാൻ ബാർബർ ഷോപ്പിലൊക്കെ കയറിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയിട്ടു. ചില സ്ഥലങ്ങളിലൊക്കെ കയറിയാൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്ന ഭാവത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ്, ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. അതായത് അതുപോലെ തന്നെ കുറച്ച് നല്ല ഒരു തട്ടുകട ഹോട്ടലൊക്കെ നടത്താൻ നല്ല വൃത്തിയും വെടുപ്പും ഉള്ള ഹോട്ടൽ, കാണാൻ നല്ല അഴകുള്ള വെടുപ്പുള്ള ഒരു ഹോട്ടൽ, ചുമരനൊക്കെ പെയിന്റ് അടിക്കണം. അതുപോലെ തന്നെ അവരിടുന്ന വസ്ത്രം, ആ ലുങ്കി അങ്ങോട്ട് മാറ്റുക. ലുങ്കി, കാവിമുണ്ട് തുടങ്ങിയതൊക്കെയാണ് അധികം ആൾക്കാരും കാണുന്നത്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളമുണ്ട്, വെള്ള ഷർട്ട്, അല്ലെങ്കിൽ വെള്ള പാൻസ്, വെള്ള ഷർട്ട്. ഇന്ത്യൻ കോഫി ഹൗസൊക്കെ പോയിട്ടുണ്ടോ? അവരുടെയൊക്കെ കച്ചവടത്തിന്റെ രഹസ്യം അത് തന്നെയാണ്. മാനേജ്മെന്റ് ആണ്, നല്ല മാനേജ്മെന്റ് ആണ്. അപ്പൊ നല്ല വൃത്തിയിലും വെടുപ്പിലും ഒക്കെ നടന്നു കഴിഞ്ഞാൽ പുഞ്ചിരിക്കുന്ന, ഒന്ന് കടയിൽ കയറി കഴിഞ്ഞാൽ ഒന്ന് അക്നോളജ് ചെയ്യണം. അത് അധികം ആളുകൾക്കും അറിയില്ല. അക്കാര്യത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കണക്കാണ്. ഏത് കടയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നാൽ ഏത് ഭാഗത്ത് നിന്നാന്ന് നോക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കടകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് വരെ പൂട്ടിപ്പോയ ചരിത്രം എനിക്കറിയാം. സർക്കംസ്റ്റൻസും സർക്കംസൈസും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പ്രത്യക്ഷത്തിൽ സാമ്യമുള്ള വാക്കുകളാണ്. സർക്കംസ്റ്റൻസ്, സർക്കംസൈസ് സാമ്യമുണ്ടെങ്കിലും വ്യത്യസ്ത അർത്ഥമാണ്. സർക്കംസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സന്ദർഭം, ചുറ്റുപാട്, പരിതസ്ഥിതി എന്നൊക്കെയാണ് അർത്ഥം സർക്കംസ്റ്റൻസ്. മറ്റേത് സർക്കംസൈസ് ആണ്. മുസ്ലിം സമുദായത്തിലെ ആൺകുട്ടികൾക്ക് നടത്തുന്ന സുന്നത്ത് കർമ്മത്തിനാണ് സർക്കംസൈസ് എന്ന് പറയാം. നേവി എന്ന് കേട്ടിട്ടുണ്ടാവും.
നേവി എന്ന് പറഞ്ഞാൽ കപ്പൽപ്പട, NAVY. എന്നാൽ ഒരു വി അധികമുള്ള ഒരു വാക്കുണ്ട്, NAVVY. നേവി എന്ന് പറഞ്ഞാൽ കൽപ്പണിക്കാരൻ, വീടിന്റെ പടവുകളൊക്കെ ചെയ്യുന്ന ആൾ എന്നാണ് അർത്ഥം. അതുപോലെ മറ്റൊന്നാണ് നോബിൾ, NOBL, നോബിൾ ശ്രേഷ്ഠമായ, കുലീനമായ എന്നൊക്കെയാണ് അർത്ഥം. NOBBL ഒരു ബി അധികം വരും, NOBBL തട്ടിപ്പുകാരൻ, വ്യാജൻ എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അതിൽ ആപ്റ്റും ആഫ്റ്റും ഉണ്ട്. ആപ്റ്റ് എന്ന് പറഞ്ഞാൽ ഉചിതമായ, APT ആപ്റ്റ്. AFT ആഫ്റ്റ് കപ്പലിന്റെ പിൻഭാഗമാണ്.